സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ സമ്മേളനത്തിന്റെ ജനന മുഹൂർത്തത്തിലാണല്ലോ നാം എല്ലാവരും ഒരുമിച്ച് ഈ സ്ഥലത്ത് കലാരൂപതയുടെ രണ്ടാമത്തെ എപ്പാർക്കിയൽ അസംബ്ലിയിലാണ്. നടപടി പുസ്തകം 2:1 പറയുന്നു, cum essent omnes congregati unum. അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. ഈ ഒന്നിച്ചിരിപ്പിന്റെ ഗുണം ഇന്ന് ഒരുപക്ഷെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്. രൂപതയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഒരു ഹൈവേ ആയി ഈ എപ്പാർക്കിയൽ അസംബ്ലി മാറണം. നമ്മുടെ അടുത്തിരിക്കുന്നവരെ നമ്മുടെ വിശ്വാസ തീഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കുക. അച്ചേന്തത്ത് ആർദർ പ്രോക്സിമോസ് എന്നതായിരിക്കണം ലക്ഷ്യം. അപ്രകാരം വിശ്വാസത്തിന്റെ ചൂടുകൊണ്ടുള്ള ഒരു ജ്വലനം നമ്മിൽ എല്ലാവരിലും നടക്കണം. എപ്പാർക്കിയൽ അസംബ്ലിയും അതിന്റെ തീരുമാനങ്ങളും ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പെർമനന്റ് അനിമേറ്റർ ആണ്. രൂപത അതിന്റെ സെൽഫ് ഓഡിറ്റിങ്ങും സെൽഫ് അക്കൗണ്ടിങ്ങും നടത്തുന്ന ദിനങ്ങളാണ്. സ്വയം വിമർശനവും സ്വയം തിരുത്തലുകളും ഓരോ വ്യക്തിയും നടത്തുമ്പോഴാണ് നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നത്. ഈ കൂടിവരവിലൂടെ രൂപതയുടെ ഒരു കാർഡിയോഗ്രഫി നമ്മൾ വരയ്ക്കുകയാണ്. ഹൃദയ ചലനം പരിശോധിക്കുകയാണ്. ഈശോ നിലത്ത് വിരലുകൾ കൊണ്ട് എഴുതുന്ന ഒരു ഭാഗം കറ്റാഗ്രഫയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈശോ നിലത്ത് എഴുതിയ വിധിവാചകം നമ്മൾ ഹൃദയത്തിൽ എഴുതുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓരോരുത്തരും തിരുവചന പഠനത്തിൽ ആഴപ്പെടുമ്പോൾ മാത്രമാണ് ഹൃദയ പരിശോധന നടക്കുന്നത്. വിശുദ്ധ ഇരണീയൂസിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈറ്റ് ഫ്രം ദ റൈറ്റ് ഫ്രൂട്ട്. ശരിയായ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനവുമാണ് ഈ ഫലം. സഭയായി ഒരുമിച്ച് കൂടിയിരുന്ന് വചനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിക്കുന്നതിനേക്കാൾ മറ്റൊരു ഭാഗ്യവും ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കാനില്ല എന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞതിന്റെ അർത്ഥവും ഇതാണ്. സഭയുടെ സൗന്ദര്യത്തിന്റെ വഴിയാണ് എപ്പാർക്കിയൽ അസംബ്ലി. നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മോട് കൂടെ നടന്ന് നമ്മെ വളർത്തിയ ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിനെയും സ്നേഹനിധിയായ പള്ളിക്കാപ്പള്ളി പിതാവിനെയും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഒരുപിടി പ്രത്യേകതകളോടുകൂടിയാണ് നാം ഈ എപ്പാർക്കിയൽ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനദോസിന്റെ ജൂബിലി അവസരം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥപ്രകാശനത്തിന്റെ 20ാം വാർഷികം, വിശ്വാസ വർഷ സമാപന ദിനങ്ങൾ, സിറോ മലബാർ മിഷൻ വർഷത്തിൽ നമ്മൾ നടത്തിയ പാലാ മിഷൻ മീറ്റിന്റെ ചൈതന്യം, സാർവത്രിക സഭയിലെ നവസവിശേഷവൽക്കരണ സിനഡിന് തൊട്ടു പിന്നാലെ രൂപതയ്ക്ക് ഒരു വിശുദ്ധിയെയും വാഴ്ത്തപ്പെട്ടവനെയും ധന്യനെയും കിട്ടിയതിനു ശേഷമുള്ള ആദ്യ എപ്പാർക്കിയൽ കൂടിവരവ്, സഭയ്ക്ക് പ്രിയങ്കരനായ ഒരു പാപ്പ എമെരിറ്റൂസിന്റെ സാന്നിധ്യ സ്മരണയില് സഭയിലെ ലാളിത്യത്തിന്റെ ഒരു ഫ്രാൻസിസ് ഇഫക്റ്റും ഇലക്ട്രിഫൈങ് ഇഫക്റ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപതയ്ക്ക് 3 സഭാ താരങ്ങളെ കിട്ടിയ വേളയിൽ വരാനിരിക്കുന്ന വലിയ സംഭവമായ CBCIയുടെ തലേനാൾ എന്ന പോലെയുള്ള സമയത്ത് 24 മണിക്കൂറും വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്ന ഫ്രാൻസിസ്കൻ പോർക്ലേഴ്സ് മാർസലിവ സഹോദരിമാരുടെ സാന്നിധ്യത്തില് നമ്മുടെ പ്രോവിൻസിന്റെ മുൻ തലവനും സിറോ മലബാർ സഭാപിതാവ് എന്ന വിശേഷണത്തിന് എല്ലാവിധത്തിലും യോഗ്യനുമായ അഭിവന്യ പൗത്രത്തിനുമേനി മുഖ്യ പ്രഭാഷണം നടത്തുന്ന വേളയിൽ സർവോപരി രൂപതയുടെ പുതിയ സഹായ മെത്രാനോടൊത്ത് കൂടുന്ന അസംബ്ലി. നമ്മുടെ ചർച്ചകളിലും ക്ലാസുകളിലും 4 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ. വാട്ട് വി ഹാവ് അച്ചീവ്ഡ്, നമ്മൾ എന്ത് നേടി. വാട്ട് വി ഹാവ് ഫെയിൽഡ്, നമ്മൾ തോറ്റുപോയത് എവിടെയാണ്. വാട്ട് വി ഹാവ് മിസ്ഡ്, നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്.
വാട്ട് വി വിൽ ഹാവ് ടു അച്ചീവ്, നമുക്കിനി എന്താണ് നേടേണ്ടിയിരിക്കുന്നത്. ഓരോ എപ്പാർക്കിയൽ അസംബ്ലിയിലും മരുഭൂമിയിൽ നിന്ന് ഒരു സ്വരം നാം കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ വഴി നേരെ ആക്കുവിൻ. ഈ ചിന്തകളിലൂടെയെല്ലാം നമ്മൾ ഒരു കട്ടിംഗ്, കാർവിംഗ് ആൻഡ് പ്രൂണിംഗ് നടത്തുകയാണ്. കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടി വെട്ടി ഒഴിക്കപ്പെടുമ്പോഴാണ് സഭയുടെ സൗന്ദര്യം പ്രകാശിതമാകുന്നത്. ഉത്തമഗീതം 1:5 പറയുന്നു, നീ ഗ്രാസും പുൽക്ര, ഞാൻ കറുത്തവളാണ് പക്ഷേ സുന്ദരിയാണ്. സൗന്ദര്യമില്ലാത്ത ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതിന്റെ അർത്ഥവും മറ്റൊന്നുമല്ല. നമ്മൾ പഠിക്കുന്ന വിഷയം നവസുവിശേഷവൽക്കരണവും വിശ്വാസ കൈമാറ്റത്തിന്റെ തീഷ്ണതയുമാണല്ലോ. വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പരിശുദ്ധ പിതാവ് പറയുന്നു, വിശ്വാസത്തിന്റെ വെളിച്ചം ഇല്ലാതാകുമ്പോൾ എല്ലാം കുഴഞ്ഞ് മറിയുന്നു. അവസാന ഭാഗത്തെത്തുമ്പോൾ പറയുന്നു, വിശ്വാസം ദുർബലമാകുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനവും ദുർബലമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കാതിരിക്കുന്നതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു എന്ന തിരുവചനം ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായി നമുക്ക് സ്വീകരിക്കാം. നവസുവിശേഷവൽക്കരണം എന്നത് ആദ്യ സുവിശേഷവൽക്കരണം അതേപടി വീണ്ടും ഏറ്റെടുത്ത് നടത്തുന്നതോ കഴിഞ്ഞ കാലത്ത് ആവർത്തിക്കുന്നതോ അല്ല. മറിച്ച് ഇന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന് സഭയ്ക്കുള്ള വിളിയിൽ മാറിവരുന്ന സാഹചര്യങ്ങളോടും അവസ്ഥകളോടും പ്രതികരിക്കുവാൻ പുതിയ വഴികൾ വെട്ടിത്തുറക്കാനുള്ള ധീരതയാണ്. പുതിയ രീതികളിലും പുതിയ തീഷ്ണതയിലും പുതിയ ശൈലികളിലും സുവിശേഷം അറിയിക്കുവാനും പ്രഘോഷിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും മുഴുവൻ സഭാമക്കളെയും ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് നവസുവിശേഷവൽക്കരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, പുതുതായി എനിക്ക് ഒന്നും നിങ്ങളോട് പറയാനില്ല, പക്ഷേ പഴയതിന്റെ നേർക്ക് എനിക്ക് ഒരു പുതിയ നോട്ടം നോക്കാനുണ്ട്. നമ്മൾ സുവിശേഷമാകുന്ന ലെൻസിലൂടെ നോക്കുകയാണ് ഇപ്പോൾ. നിലവിലുള്ള പല ലെൻസുകളും ഒപ്പേക്ക് ദുസ്ഥിരം ആയിരിക്കും, പ്രകാശത്തെ തടയുന്നതായിരിക്കും. നമുക്ക് വിശ്വാസ ദീപത്തിന്റെ അണയാത്ത മൺചരാതുകൾ ആകാം. സമഗ്രവും സ്ഥായീഭാവമുള്ളതും ജീവിതത്തെ ആകമാനം രൂപപ്പെടുത്തുന്നതും നിലനിർത്തുന്നതുമായ സവിശേഷമായ വിശുദ്ധമായ ശ്വാസം അഥവാ ജീവനാണ് വിശ്വാസം. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള മനുഷ്യരുടെ പ്രത്യുത്തരമാണ് വിശ്വാസം. വിശുദ്ധമായ ജീവന്റെ മൂലക്കല്ല് ഈശോയും ഈ സവിശേഷമായ ശ്വാസത്തിന്റെ വിഷയം ഈശോയുടെ ഏക സുവിശേഷവുമാണ്. വെളിച്ചമായി ലോകത്തിലേക്ക് വന്ന മിശിഹായാണ് സത്യവിശ്വാസത്തിന്റെ പ്രഭവസ്ഥാനം. ഈശോയിൽ നോട്ടമുറപ്പിച്ചു വേണം നാം ജീവിതത്തോണി തുഴയുവാൻ. ഞങ്ങളുടെ യഥാർത്ഥ പിതാവ് മിശിഹായാണ്, ഞങ്ങളുടെ അമ്മ അവരിലുള്ള വിശ്വാസവും. ഈ വിശ്വാസ സ്രോതസ്സിന്റെ സംവാഹക സഭയാണ്. സഭയാകട്ടെ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നും എക്ലേസിയ എക്സ് ലാറ്ററെ ക്രിസ്റ്റി മാനവിക സംസ്കാരത്തിന്റെ പുതിയ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും അവയിൽ ഫലപ്രദമായി ഇടപെടുകയും ചെയ്തുകൊണ്ട് തീർത്ഥാടനം ചെയ്യുന്ന ആത്മീയ മനുഷ്യനായിരിക്കണം ഓരോ ക്രൈസ്തവനും. അതിനായി സഭാമക്കൾ തങ്ങളെ തന്നെ വിലയിരുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം. വ്യക്തിജീവിതത്തിന്റെ വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പിക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിയും വിശ്വാസത്തിന്റെ ചലിക്കുന്ന സഹായിയായി മാറും. നിരന്തരം നവീകരിക്കപ്പെടേണ്ടതും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമാണ് വിശ്വാസം. ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകൾ സത്യയമത്രേ, എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതായത് ജീവിത പ്രഘോഷണവും സാക്ഷ്യവുമാണ് ആദരായിട്ടുള്ളത്.
ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നാം എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്ന് നോക്കിയിട്ടല്ല, നാം എങ്ങനെ ജീവിച്ചു എന്ന് പരിശോധിച്ചിട്ടാണ്. നവസുവിശേഷവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ വഴികളിലെ യഥാർത്ഥ അവസ്ഥ പരിശോധനാ വിഷയമാക്കുന്നത് ഉചിതമാണ്. ചിന്തയിലെയും വാക്കിലെയും പ്രവൃത്തിയിലെയും യഥാർത്ഥ ഭാവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ചിന്തയും വാക്കും പ്രവൃത്തിയും യോജിച്ചു പോകുമ്പോൾ അവ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ഉള്ള സുതാര്യത വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന്റെ സമഗ്രതയെ കാണിക്കുന്നു. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തോട് ഐക്യപ്പെട്ടു പോകണം. സമസ്ത മേഖലകളിലും ഗൃഹാന്തരീക്ഷം പ്രകടമാക്കുന്നത് ബന്ധങ്ങളിലൂടെയാണ്. ഫ്രാൻസിസ് പാപ്പ അടുത്ത നാളിൽ പറഞ്ഞു, മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും ഒന്നിച്ച് നടക്കണം. വിശുദ്ധ ഗ്രിഗറി പറയുന്നത് പോലെ അമോർ ഇപ്സെ എസ്റ്റ് നൊട്ടീസിയ, സ്നേഹവും അടുപ്പവും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വാർത്തയാണ്. സ്നേഹം തന്നെ വലിയ അറിവാണ്. വിശ്വാസാനുഭവത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യക്തിപരമായ അനുഭവവും സഭയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവവും സമ്മേളിക്കുമ്പോൾ കൂട്ടായ്മയുടെ ആഴപ്പെടൽ ബന്ധങ്ങളിൽ സംജാതമാകും. സുവിശേഷം പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂതന രീതികളും ഭാഷയും ശൈലിയും കാലോചിതമാകുമ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ നവോത്ഥാനം വ്യത്യസ്ത മേഖലകളിൽ പ്രകടമാകും. സ്വയം ജ്വലിക്കാനും അതിലൂടെ മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാനുമുള്ള ശക്തി ആർജിക്കാൻ വിശ്വാസ നവോത്ഥാനത്തിലൂടെ സാധ്യമാകണം. ബോധ്യങ്ങളുടെ കുറവും കാലത്തിന് യോജിക്കുന്ന രീതികളുടെ അപര്യാപ്തതയും നിസ്സംഗ മനോഭാവവും ഭൗതിക ചിന്തകളും മാതൃകകളുടെ കുറവും വിശ്വാസ ജീവിതത്തിനും വിശ്വാസ കൈമാറ്റത്തിന്റെ തീഷ്ണതയ്ക്കും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അറിവിനെ തിരിച്ചറിവാക്കാനും ബുദ്ധിയെ വിവേകമാക്കാനും സൗഹൃദത്തെ സാഹോദര്യമാക്കാനും പരിഷ്കാരത്തെ സംസ്കാരമാക്കാനും കരുതലോടെയുള്ള കടന്നുചെല്ലൽ ഇന്നിന്റെ ആവശ്യമാണ്. നിങ്ങളുടെ ചരിത്രം എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കർദിനാൾ തിസറാങ്ങിന്റെ വാക്കുകൾ തിരിച്ചറിവിന്റെയും ബോധ്യങ്ങളുടെയും പ്രതികരണങ്ങളാണ്. അപ്രകാരം ഓരോരുത്തരും വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെയും തിരിച്ചറിവിന്റെയും അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തണം. അതിലൂടെ വിശ്വസിക്കുന്നതിന്റെ സന്തോഷം വീണ്ടും കണ്ടെത്തുകയും വിശ്വാസം കൈമാറുന്നതിന്റെ തീഷ്ണത വീണ്ടും ജ്വലിപ്പിക്കുകയും ചെയ്യണം. വിശ്വാസത്തിന്റെ സവിശേഷമായ വെളിച്ചം വീണ്ടെടുക്കുക എന്നത് ഒരു അടിയന്തര ആവശ്യമാണ്. വിശ്വാസമാകുന്ന ജ്വാല അണഞ്ഞുപോയാൽ മറ്റു വെളിച്ചമെല്ലാം കെട്ടുപോകും. വിശ്വാസത്തിന്റെ വെളിച്ചത്തിന് മനുഷ്യ വ്യക്തിത്വം മുഴുവനെയും പ്രകാശിപ്പിക്കാൻ കഴിയും. ഇത്രമാത്രം ശക്തമായ ഒരു വെളിച്ചം നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാവുകയില്ല. അത് ദൈവത്തിൽ നിന്നാണ്. വിശ്വാസം ഭൂതകാലത്തു നിന്ന് വരുന്ന വെളിച്ചമാണ്. വിശ്വാസം ഭാവിയിൽ നിന്ന് വരുന്ന വെളിച്ചമാണ്. വിശ്വാസം ഇരുളിൽ വസിക്കുന്നില്ല. അത് നമ്മുടെ ഇരുട്ടുകൾക്ക് വെളിച്ചമാണ്. ദൈവവിശ്വാസവും ദൈവാനുഭവവും വ്യക്തിപരമായ ദൈവസ്നേഹാനുഭവമായി മാറുമ്പോൾ സഭയോടും അവരുടെ വിശ്വാസ പ്രബോധനങ്ങളോടും ദൈവ ആരാധനയോടും സമഗ്രമായ പങ്കുചേരലാവും. ഇതിന് വ്യക്തിജീവിതത്തിലെ ക്രൈസ്തവ വിശുദ്ധി അടിസ്ഥാന ഘടകമാണ്. ശരിയും തെറ്റും തമ്മിലുള്ള അകലം കുറച്ചു കാണിക്കുന്നത് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ശരി തെറ്റുകളെ വിവേചിച്ചറിയാനും ശരി മാത്രം തിരഞ്ഞെടുത്ത് വ്യക്തിജീവിതത്തിൽ നിലനിർത്താനും പരിശ്രമിക്കുമ്പോൾ നന്മയുടെ സമൂഹം രൂപപ്പെടുകയാണ്. സഭ ജന്മമെടുക്കുകയാണ്. അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന കുടുംബനാഥൻ തന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനും കുടുംബത്തെ താങ്ങി നിർത്തുന്നവനുമായ ജീവിത സാക്ഷ്യമാണ്. വിശ്വസ്തയോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കുടുംബനാഥയും മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുന്ന സുഹൃതസമ്പന്നരായ മക്കളും വിശ്വാസത്തിന്റെ ഉത്തമ സാക്ഷികളാണ്. മാതാപിതാക്കന്മാർ കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമല്ല, പിന്നെയോ ദൈവത്തിലേക്ക് നയിക്കുവാനും
വിളിക്കപ്പെട്ടിരിക്കുന്നു. മാമോദീസായിലൂടെ അവർക്ക് വീണ്ടും ദൈവസന്താനങ്ങളായി ഇരിക്കുവാനുള്ള വിശ്വാസമാകുന്ന ദാനം സ്വീകരിക്കുവാൻ കഴിയുന്നു. ജോൺ മാർപ്പാപ്പ തന്റെ കുട്ടിക്കാലത്തെ അനുഭവം പങ്കുവയ്ക്കുന്നത് ഏറെ ശ്രദ്ധേയമത്രേ. എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾ എന്നെ കേൾപ്പിച്ചത് മിശിഹായുടെ സ്വരമാണ്, സുവിശേഷത്തിന്റെ സ്വരമാണ്. എന്റെ വീട്ടിൽ ഞാൻ സുവിശേഷം ശ്വസിച്ചു. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധരുടെ ജീവിതം എന്റെ മാതാപിതാക്കന്മാർ എന്നും വായിക്കുമായിരുന്നു. ഈ കുടുംബ ബന്ധങ്ങളുടെ സ്വര ലയതാളം എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും അനുഭവവേദ്യമാകുമ്പോൾ കുടുംബം സ്നേഹത്തിന്റെയും ജീവന്റെയും കൂട്ടായ്മയാകും. മണ്ണിലും മാന്തളിയിലും ദൈവഛായ കാണുന്ന കർഷകൻ പ്രകൃതിയുടെ കാവൽക്കാരനും മണ്ണിനെ സ്നേഹിക്കുന്നവനുമാണ്. സകല മനുഷ്യർക്കും അപ്പം പ്രദാനം ചെയ്യുന്ന ഉത്തമ ജീവിത സാക്ഷ്യമാണ്. പരിസര ശുചീകരണം, ഹരിതവൽക്കരണം, പച്ചക്കറി കൃഷി, ഔഷധ സസ്യങ്ങളുടെ പരിപാലനം, ജൈവ കൃഷി, പ്രകൃതി സംരക്ഷണം എന്നിവ കാലഘട്ടത്തിന്റെ അനിവാര്യതയും അതിലൂടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലും ഊന്നിപ്പറയലുമാണ്. കാർഷിക വൃത്തിയുടെ കുലീനതയും പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗവും ഓരോ കർഷകന്റെയും ജീവിത പാതയിൽ വിശുദ്ധിയുടെ പരിമളം വരുത്തുവാൻ ഉതകുന്നവയാണ്. റബ്ബർ കർഷകരുടെ കേന്ദ്രമാണ് നമ്മുടെ രൂപത. കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട് കഴിയുന്ന ഈ വിശ്വാസികളാണ് കോർ വാല്യൂസ് കാത്തു സൂക്ഷിക്കുന്നവരും വളർത്തുന്നവരും. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കർഷകരുടെ കേന്ദ്രമായതുകൊണ്ടാണ് ഈ രൂപതയിൽ നിന്ന് പ്രത്യേക ദൈവവിളികൾ സമൃദ്ധമായി കിട്ടിയതും ഇപ്പോഴും ഒരു പരിധിവരെ അത് തുടരുന്നതും. ലോകയും ശിരോവസ്ത്രവും ഇല്ലാത്ത ധാരാളം വിശുദ്ധരായ മാതാപിതാക്കൾ പാലായിയുടെ അഭിമാനമാണ്. അജ്ഞത എന്ന ജീവിതത്തിൽ വിജ്ഞാനമാകുന്ന ദിവ്യ ഔഷധം പകരുന്ന അധ്യാപകർ വിധിയുടെ ചൂടും ചൂരും പകർന്നു നൽകി വിദ്യാർത്ഥികളിൽ ബോധ്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ ജീവിത രീതികളിൽ വഴിവിടലുകളാവുകയാണ്. ധാർമ്മിക മൂല്യങ്ങളുടെ കാവൽക്കാരായ അധ്യാപകർ വിശ്വാസ മൂല്യങ്ങൾ പരിശീലിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസത്തിന്റെ വാതിൽ മാത്രമല്ല കാതലും കൂടിയായ ഈശോയിലേക്കും അവിടുത്തെ സഭയിലേക്കും ചൂണ്ട് പലകകളായിത്തീരുന്നു. കുട്ടികളുടെ ബുദ്ധിക്കും മനസ്സിനും പരിശീലനം നൽകുന്നവരാണ് അധ്യാപകർ. സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് അധ്യാപകരാണ്. ലീഡർഷിപ്പ് ഈസ് ലെസ് അബൌട്ട് ബീയിങ് ദ ബെസ്റ്റ് ബട്ട് ഈസ് മോർ അബൌട്ട് ബ്രിങ്ങിങ് ദ ബെസ്റ്റ്. ഒരു നല്ല അധ്യാപകൻ സൃഷ്ടിപരതയും പരിചിന്തന ശേഷിയും നൂതനത്വവും കൈമുതലായിട്ട് സൂക്ഷിക്കേണ്ടവരാണ്. ദൈവവിളിയും പ്രേക്ഷിത ദൗത്യവുമായ അധ്യാപക ശുശ്രൂഷയെ ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും മാതൃകാപരമായ ജീവിതം കൊണ്ടും ആത്മീയ, ബൗദ്ധിക, സാമൂഹിക, വൈകാരിക, ധാർമ്മിക ഘടകങ്ങളുടെ സമഗ്ര സമ്മേളനം കൊണ്ടും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അധ്യാപകന്റെ മാതൃകാപരമായ ജീവിതം ഒരു ശില്പിയുടെ വൈദഗ്ധ്യവും തോട്ടക്കാരന്റെ കരുതലും ഗുരുവിന്റെ ജീവിത മൂല്യങ്ങളും നിറഞ്ഞതാകുമ്പോൾ ഓരോ അധ്യാപകനും സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി തീരും. അധ്യാപകരുടെ വലിയൊരു ശൃംഖല തന്നെയുള്ള നമ്മുടെ രൂപത ഈ മൂല്യാധിഷ്ഠിത ചിന്തകള് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ സാക്ഷ്യങ്ങളിൽ പണിയപ്പെടുന്ന പുതിയ തലമുറ കത്തോലിക്ക വിശ്വാസത്തിന്റെ അമൂല്യ നിക്ഷേപം കണ്ടെത്തും എന്നതിൽ തർക്കമില്ല. ശക്തമായ ഒരു വിശ്വാസ പാരമ്പര്യം പരാത്തയ്ക്ക് കാത്തുസൂക്ഷിക്കുന്ന രൂപതയാണ് നമ്മുടേത്. പാലാ ഒരു അങ്ങാടിയാണ്. നീതിനിഷ്ഠയുള്ള വ്യാപാരി സാമ്പത്തിക വ്യാപാര മേഖലയിലെ സത്യവും നീതിയും ധർമ്മവും അതിനുപരി പരിസ്നേഹത്തിന്റെ ചൈതന്യവും കാത്തുസൂക്ഷിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാവുകയും അതിലൂടെ തീഷ്ണതയോടെ വിശ്വാസം കൈമാറുകയും ചെയ്യുന്നു. ലാഭക്കൊതി മാത്രം കണ്ട് വ്യാപാരം നടത്തുന്നവനും കൃത്രിമം കാണിക്കുന്നവനും പൂഴ്ത്തിവയ്പ് നടത്തുന്നവനും ക്രൈസ്തവ ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും യോജിക്കാത്ത കച്ചവടം നടത്തുന്നവനും സമൂഹ മനസാക്ഷിക്ക് ഭീഷണി തന്നെയാണ്. മൂല്യാധിഷ്ഠിത വ്യാപാര ബന്ധങ്ങൾ
സമകാലിക സാമ്പത്തിക സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലയാവേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പാലായെ വിശുദ്ധീകരിക്കുന്നതിനും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിനും പാല അങ്ങാടിയിലെ വ്യാപാരി വ്യവസായി വിഭാഗത്തിന് തനതായ ഒരു പങ്കുണ്ട് എന്ന് മറക്കരുത്. മദ്യപാനത്തിനും അതുപോലുള്ള അനാശാസ കാര്യങ്ങൾക്കും ശേഷം കടത്തണ്ണകളിൽ രാത്രി ചെലവഴിക്കുന്നവർ പാലായിൽ കൂടി വരുന്നു എന്ന കാര്യവും നാം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് മറ്റു പട്ടണങ്ങളിൽ പോയി സഭാവിരുദ്ധ കാര്യങ്ങളിൽ ഇടപെടുന്നവരുമുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിനും ഹൃദയത്തിനും വേദനയും ദുഃഖവും പകരുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് പാലായ്ക്ക് നിർണായകമായ ശക്തിയും സ്വാധീനവുമുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ തറവാട് കൂടിയാണ് പാല. സത്തയിൽ പൊത്തുവീഴാതെ കാത്തു സൂക്ഷിക്കുന്ന നേതാവ് ആദർശങ്ങളിൽ കുഴുക്കൊത്തു വീഴാതെ ധാർമ്മികതയുടെ വഴികൾ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനോടും സുവിശേഷത്തോടും സഭയോടുമാണ് ചേർന്ന് നിൽക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെയും പൊതുരംഗത്തെയും ക്രൈസ്തവ മൂല്യങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുവാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയണം. മനുഷ്യ ജീവിതത്തിൽ നിന്നും മനസാക്ഷിയിൽ നിന്നും ദൈവത്തെ ഭാഗികമായോ പൂർണ്ണമായോ ഒഴിവാക്കുന്ന അപകടകരമായ സെക്കുലറിസം, ആപേക്ഷികത, മതമൗലികവാദം, മാർഗശുദ്ധിയില്ലായ്മ എന്നിവയൊക്കെ നേതൃത്വം നൽകുന്നവരുടെ ജീവിത വഴികളിൽ ഉണ്ടാവാൻ പാടില്ല. കളങ്കമില്ലാത്ത പൊതുപ്രവർത്തനത്തിലൂടെയുള്ള വികസനം സഭ ആഗ്രഹിക്കുന്നു. പൗലോസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം സത്യസന്ധരായ ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അവർ സ്വയം മാറി നിൽക്കുന്നതുമാണ് എന്ന്. സേവനനിരതരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ജോലിക്കാരും തങ്ങളുടേതായ പ്രവർത്തന മേഖലകളിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുകയും അതിലൂടെ ഉത്തമ വിശ്വാസം നയിക്കുകയും തീഷ്ണതയോടെ വിശ്വാസം കൈമാറുകയും ചെയ്യണം. ആത്മാർത്ഥതയും സേവന മനോഭാവവും കരുതലും ഉത്തരവാദിത്വവും ഇവയെ സമഗ്രമായി വളർത്തുന്ന വിശ്വാസ അനുഭവവും സ്ഥാപനങ്ങളിലും ജോലിസ്ഥലത്തും വളർത്തേണ്ട ഗാർഹിക അന്തരീക്ഷവും വിശ്വാസ വളർച്ചയ്ക്കും കൈമാറ്റത്തിനും കാരണമാവണം. അഴിമതിയുടെ കറപുരളാത്ത സേവന മനസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയും പൗരബോധവും ജീവന്റെ സംസ്കാരവുമുള്ള ജോലിക്കാരുടെ നിര ക്രിസ്തീയ മൂല്യങ്ങളുടെ വ്യാപനം സുഗമമാക്കും. സ്ഥാപനങ്ങളുടെ സുവിശേഷവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. മദ്യനിരോധനം സമസ്ത മേഖലകളിലും പ്രാബല്യത്തിൽ വരുത്തണം. നമ്മുടെ യുവജനങ്ങൾ നാളത്തെ നേതാക്കന്മാരാണ്. ഭാവി അവരുടെ കരങ്ങളിലാണ്. അവരുടെ ശക്തി സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ശക്തി തന്നെയാണ്. യുവജനങ്ങൾ പുരോഗതിയുടെ സ്ത്രീഹന്മാരാണ്. യുവജനങ്ങൾ ജീവിതത്തിൽ ഏറെ സങ്കീർണവും സമ്പന്നവും വിശ്വാസം സംബന്ധിച്ചിടത്തോളം സുപ്രധാനവുമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് അവർ പ്രത്യേകമായി വിശ്വാസയാത്രയിൽ സ്വന്തം കുടുംബാംഗങ്ങളുടെയും സഭയുടെയും സ്ഥിര സാമീപ്യവും പിൻബലവും അനുഭവിക്കണം. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ സുവിശേഷത്തിന്റെ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്ന മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസ ജീവിതത്തിന് തുറന്നു വെച്ചിരിക്കുന്ന സക്രാരികളാണ്. വിശ്വാസ പരിശീലനം, ആരാധനക്രമ പരിശീലനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ നേതൃത്വം, പാലാകാരിദാസം പോലെയുള്ള നേതൃത്വ ശാഖകള്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള കരുതലും സ്നേഹവും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരസ്നേഹത്തിന്റെയും കൂട്ടുകുടുംബ സൃഷ്ടിക്കൽ എന്നിവയിലൂടെ ദൈവജനത്തിന്റെ ആത്മീയ നേതൃത്വം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദികർ തീഷ്ണതയോടെ വിശ്വാസം കൈമാറുന്നവരാണ്. ആരാധനാക്രമ പരികരണത്തിലൂടെ സഭയുടെ യൗവനം അവർ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഇരണീയോസ് പറയുന്നു, ട്രഡീഷൻ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ യൂത്ത്ഫുൾനെസ് ഓഫ് ദ ചർച്ച്. സഭയെ സത്യവിശ്വാസത്തിൽ കാത്തുരക്ഷിക്കുന്നത് പാരമ്പര്യവും ലിറ്റർജിയുമാണ്. എല്ലാ വൈദികരെയും
സവിശേഷമായി ഇക്കാര്യത്തിൽ ഞാൻ ഓർക്കുന്നു. നമുക്ക് മുമ്പിൽ വീരോചിത മാതൃകളായി നിൽക്കുന്ന വാഴ്ത്തപ്പെട്ട ദേവപറമ്പിൽ കുഞ്ഞച്ചനും കതിൽക്കാട്ടിൽ മത്തായിച്ചനും നമ്മോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് കർമ്മനിരതമായ ജീവിതത്തിലൂടെ നേതൃത്വം നൽകിയ പറമ്പിൽ ചാണ്ടിമെത്രാനെയും പാറയമാക്കൽ തോമാക്കത്തനാരെയും നിധീരിക്കൽ മാണിച്ചിനെയും നിറഞ്ഞ ഹൃദയത്തോടെ സ്മരിക്കുന്നു. നാം എല്ലാവരും പുരോഹിത ശുശ്രൂഷയിലേക്കുള്ള ദൈവവിളി പ്രോത്സാഹകരാകണം. എല്ലാ വൈദികരും വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് ആകണം. We cannot conduct new evangelization without new evangelizers. സഭയുടെ വെറും ഘടനാപരമായ നവീകരണമല്ല ആവശ്യം. കൺവേർഷൻ ഓഫ് ഹാർട്ട്സ്, ഹൃദയ പരിവർത്തനം ആണ് ആവശ്യം. സുവിശേഷവൽക്കരണം വെറും ബോധവൽക്കരണമോ കോൺഷ്യന്റൈസേഷൻ, വിമോചനമോ ലിബറേഷൻ അല്ല. അത് മാനസാന്തരവും സഭയിലെ അംഗമാകുന്നതുമാണ്. ഇടവകയുടെ ചുമതലയേൽപ്പിക്കപ്പെട്ടിരിക്കുന്നയാൾ എന്ന നിലയിൽ ഒരു വൈദികന് രൂപതാധ്യക്ഷനോടും ഇടവക ജനങ്ങളോടുമുള്ള ബന്ധത്തിൽ നിന്നാണ് എല്ലാ അജപാലന ശുശ്രൂഷകളും നടത്തേണ്ടത്. ഈ രണ്ടു ബന്ധങ്ങളും ശരിയായി പാലിക്കുക, വളർത്തുക എന്നത് അജപാലന ശുശ്രൂഷയുടെ ഘാതലാണ്. വചനത്തിന്റെ ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയും, അതായത് വൈദികന്റെ പ്രസംഗവും കുർബാനയപ്പുറവുമാണ് ഇതിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്ര അടിത്തറ. സഭയുടെ മനസ്സും ജനങ്ങളുടെ ആവശ്യവും അറിഞ്ഞ് ഒരു വൈദികൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ സുവിശേഷ ഭാഷ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇടവകയിലെ അജപാലന പ്രവർത്തനം വികാരിയുടെ സ്വന്തമായ പ്രവർത്തനങ്ങളല്ല. രൂപതയുടെ അജപാലന പ്രവർത്തനത്തിന്റെ സജീവമായ ഒരു ഭാഗമാണ്. ഭക്തി നിർഭരമായ രീതിയിൽ ഉദാശകൾ പരികർമ്മം ചെയ്തും പറയുന്നത് പോലെ പ്രവർത്തിച്ചും ജനങ്ങളെ ശ്രദ്ധിച്ചു കേട്ടും ഒരു വൈദികൻ പെരുമാറുമ്പോൾ ഇടവക ജനത്തിന് വലിയ ഉണർവുണ്ടാകും. രക്ഷയുടെ പ്രഘോഷണമാണ് തിരുവചന വ്യാഖ്യാനം. ഒരു നല്ല സുവിശേഷ പ്രസംഗത്തേക്കാൾ ആധികാരികമായിട്ടുള്ളതോ ഉറപ്പുള്ളതോ ആയ ഒരു കാര്യവും ഒരു വിശ്വാസിക്ക് നൽകാനില്ല. ഈ സുവിശേഷ പ്രഘോഷണത്തിന്മേലാണ് വിശ്വാസ പരിശീലനം സ്ഥാപിക്കപ്പെടേണ്ടത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, homily is the touchstone to measure the pastor's proximity and ability to meet his people. ദൈവജ്ഞാനത്തിൽ നാം എല്ലാവരും കൂടുതൽ ആഴപ്പെടേണ്ടതുണ്ട്. എല്ലാ അത്ഭുത വൈദികർക്കും മിഷണറി അനുഭവം വേണം. 2 വർഷക്കാലമെങ്കിലും നമ്മുടെ വൈദികരെല്ലാം രൂപതയുടെ മിഷൻ പ്രദേശമായ അതിരുകാളിൽ സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഏറെ മൂർച്ചയുള്ളതാണ്. ജനങ്ങൾക്ക് നാം ഇടയന്മാരാകണം, ചെന്നായ്ക്കളാകരുത്. പണത്തിന്റെയും ആഡംബരത്തിന്റെയും പിന്നാലെ നാം പോയാൽ നാം ഇടയന്മാരല്ല, ചെന്നായ്ക്കളാണ്. നമ്മുടെ ഉത്തരവാദിത്വം വെറും മാനേജർമാരുടേതല്ല, ഈശോയുടെ ശിഷ്യന്മാരുടേതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട വൈദികരോട് തീവ്രമായിട്ട് പറയാനുള്ളത് ഇതാണ്: സഭയിൽ നിന്ന് കുറച്ചു പേരെങ്കിലും പോയിട്ടുണ്ട്, കുറെ പേരെങ്കിലും അകന്നു പോയിട്ടുണ്ട്. സഭയ്ക്കുള്ളിലേക്ക് ആരും തന്നെ വരുന്നില്ല. ഇവിടെയാണ് നമ്മളുടെ ദൗത്യം. നവസുവിശേഷവൽക്കരണത്തില് മെത്രാന്മാരും വൈദികരും ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയും, മെത്രാന്മാർക്കും വൈദികർക്കും മനുഷ്യത്വം കുറവാണെന്നും ചിലപ്പോഴെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാവപ്പെട്ടവരോട് പരിഗണന കുറവാണെന്നും പ്രതികാരങ്ങൾ വെച്ച് പുലർത്തുന്നുവെന്നും അങ്ങിങ്ങായിട്ട് സംസാര വിഷയങ്ങളാണ്. നമ്മൾ ഭവന സന്ദർശനം നടത്തുന്നത് പണം പിരിക്കാനാണെന്നും ജനങ്ങളെ കേൾക്കാനല്ലെന്നും ഉള്ള പരാതികളുണ്ട്. കുടുംബ കൂട്ടായ്മകളിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആഴമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. വൈദികർ കൂടുതലായി ടാസ്ക് ഓറിയന്റഡ് ആകുന്നുവെന്നും പേഴ്സൺ ഓറിയന്റഡ് അല്ലാതാകുന്നുവെന്നും പരാതികളുണ്ട്. ബന്ധങ്ങളെ വല്ലാതെ ക്ഷതപ്പെടുത്തുന്നതാണ് നമ്മുടെ സൂക്ഷ്മതയില്ലാത്തതും
എന്ന് നാം തിരിച്ചറിയണം. സുവിശേഷ പ്രസംഗത്തിനിടയിൽ പോലും ശാപവാക്കുകളും മുറിപ്പെടുത്തുന്ന പദപ്രയോഗങ്ങളും ദുസ്സൂചനകളും തീരെ കുറവല്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. സുവിശേഷത്തിന്റെ ശക്തി തിരിച്ചറിയുക മാത്രമാണ് നവസുവിശേഷവൽക്കരണത്തിനുള്ള ഏക മാർഗം. ഇവിടെയാണ് സുവിശേഷ പ്രഘോഷണത്തിനും അജപാലനത്തിനും ഒരു പുതിയ ആശ ആവശ്യമായിട്ടുള്ളത്. എത്രാന്റെയോ വൈദികരുടെയോ ഭാഗത്തു നിന്ന് മാത്രമുള്ള കുറവുകളായിട്ട് ഇതിനെ ഞാൻ കാണുന്നില്ല. ചുരുക്കം ചില അവസരങ്ങളിലെങ്കിലും അൽമായയിലെ വൈദികരോട് ഉചിതമല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട്. എങ്ങനെയെങ്കിലും അച്ഛനെ തോൽപ്പിക്കണം, അച്ഛനോട് നിസ്സഹകരിക്കണം എന്ന നിലപാടുകൾ ശരിയല്ല. അനാവശ്യമായ പിടിവാശികൾ ഇടവകയുടെ കുടുംബ അന്തരീക്ഷം നഷ്ടപ്പെടുത്തും. രാഷ്ട്രീയ പ്രേരിതമായ സമീപനങ്ങൾ വഴിയും വെറും കെട്ടുകഥകൾ ചമച്ചും വൈദികരെ വിഷമിപ്പിക്കുന്നവര് നമ്മുടെ യുവതിയിലുണ്ട്. ഇടവക വിയാനിയോട് വേണ്ട രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കാത്ത അൽമായ സംഘടനകളും ഇടവകയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല എന്ന് സ്നേഹബുദ്ധിയ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വൈദികരായ നമ്മള് കഥകൾ തുറന്നിട്ടിരിക്കുന്നവർ മാത്രം ആയാൽ പോരാ. പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് പുറത്തേക്ക് ഇറങ്ങി അതിരുകളിലേക്ക് യാത്ര ചെയ്യുന്നവരാകണം. തന്നിലേക്ക് പിൻവലിയുന്ന സഭ അപകടകാരിയാണ്. പുറത്തേക്ക് നടക്കുന്ന സഭയാണ് നമുക്ക് ആവശ്യം. വൈദികരും സമർപ്പിതരും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ ചാരികസേനകളിലേക്ക് നീങ്ങരുത്. നമ്മുടെ എല്ലാ പള്ളികൾക്കും സമർപ്പിത സ്ഥാപനങ്ങൾക്കും ആവശ്യത്തിന് ഭൂമിയുണ്ട്. മണ്ണിലേക്ക് മടങ്ങണം, കൃഷി നടത്തണം, പച്ചക്കറികളും പഴവർഗ ചെടികളും നട്ടുപിടിപ്പിക്കണം. കൃഷി സംസ്കാരത്തെ വൈദികരും സമർപ്പിതരും ഏറെ പ്രോത്സാഹിപ്പിക്കണം. അത് വൈദിക സംസ്കാരം തന്നെയാണ്, സമർപ്പിത സംസ്കാരം തന്നെയാണ്. അതുപോലെ തന്നെ പരിസര ശുചീകരണത്തിനും എല്ലാ വൈദികരും സമർപ്പിതരും നേതൃത്വം കൊടുക്കണം. പൊതുനിരത്തിലുള്ള മാലിന്യ നിക്ഷേപം വഴി സാംക്രമിക രോഗങ്ങൾ തന്നെ കൂടി വരുന്നുണ്ട്. ഇന്നത്തെ സഭയ്ക്ക് രണ്ട് ഗുണഗണങ്ങളാണ് വേണ്ടത്. മുറിവുകളെ സുഖപ്പെടുത്തുക, ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കുക. സഭാധികാരികൾക്ക് ജനങ്ങളോട് വേണ്ടത് അടുപ്പവും ഇഷ്ടവുമാണ്. യുദ്ധം കഴിഞ്ഞുള്ള ഒരു ആശുപത്രി പോലെയാണ് സഭയെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്. മുറിവേറ്റ് വഴിയിൽ കിടക്കുന്നവരോട് നിന്റെ കൊളസ്ട്രോളിന്റെ അളവെന്താണ്, ബ്ലഡ് ഷുഗറിന്റെ അളവെന്താണ് എന്നല്ല ചോദിക്കേണ്ടത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മുറിവുകളെ ഉണക്കുകയാണ് വേണ്ടത്. ചിലപ്പോഴെല്ലാം വളരെ ചെറിയ കാര്യങ്ങളിലും ചെറിയ വീക്ഷണങ്ങളിലും അടയ്ക്കപ്പെട്ടതുപോലെ നമ്മൾ പെരുമാറുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രക്ഷകന്റെ ശുശ്രൂഷകരായ നമ്മൾ അവന്റെ കാരുണ്യത്തിന്റെ ശുശ്രൂഷകരാകണം. കുമ്പസാരക്കൂട് ഒരു പീഡന സ്ഥലമാക്കരുത്. കൺഫെഷൻ ഈസ് നോട്ട് എ ടോർച്ചർ. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളാണ്. സഭാ ശുശ്രൂഷകര് പാസ്റ്ററൽ ഫാദർഹുഡാണ് നൽകേണ്ടത്. സമർപ്പിതരായ സ്ത്രീ പുരുഷന്മാര് പ്രവാചകന്മാരാകണം. വ്രതങ്ങളിലൂടെ സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമാണ്. വ്രതത്രയത്തിലൂടെ ദൈവത്തിലെ 3 ആളുകളെ പോലെ കൂട്ടായ്മയിൽ ജീവിക്കണം. വ്രതങ്ങൾ വെറും കാരിക്കേച്ചേഴ്സ്, കോലങ്ങൾ ആക്കി മാറ്റരുത്. സമൂഹ ജീവിതത്തിലൂടെ പരസ്പരം ക്ഷമിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. സ്നേഹമില്ലാത്ത സമർപ്പിത സമൂഹം പാപ്പായുടെ വാക്കുകളാണ്. ശുദ്ധീകരണ സ്ഥലമോ നരകമോ ആകാം. സന്തോഷമാണ് സമർപ്പിതരുടെ മുഖമുദ്ര. അത് ബുദ്ധിനെ കൊണ്ടു നടക്കുന്നതിലുള്ള സന്തോഷമാണ്. A religious must never give up prophecy. പ്രവാചകന്മാരാകുമ്പോൾ ചിലപ്പോൾ സുനാമി തിരമാലകൾ സൃഷ്ടിച്ചേക്കാം. Prophecy makes noise and uproar. പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നത് സുവിശേഷമാണ്. സന്യസ്തരുടെ
വിശ്വാസ കൈമാറ്റത്തിന് ഈ രൂപതയെ വളരെ സഹായിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ സമർപ്പിതരും അനാവശ്യ വിമർശനങ്ങൾ നടത്തുന്നവരും വീക്ഷണ കുറവുകൾ ഉള്ളവരുമുണ്ട് എന്ന് എനിക്കറിയാം. സഭയ്ക്ക് ഇപ്പോഴും സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ആധികാരികമായ ദൈവശാസ്ത്ര സമീപനത്തിന്റെ കുറവുണ്ട്. സഭ ഗൗരവമായി പരിഗണിക്കേണ്ട പല ചോദ്യങ്ങളും സ്ത്രീകൾ ഉന്നയിക്കുന്നുമുണ്ട്. സ്ത്രീകളുടെ സാന്നിധ്യവും ദൗത്യവും ഇല്ലാതെ സഭയായിരിക്കാൻ സാധ്യമല്ല. സഭയുടെ അനിവാര്യ ഘടകമാണ് സ്ത്രീകൾ. മറിയം എന്ന സ്ത്രീ എല്ലാ മെത്രാന്മാരെയും പത്രോസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. സഭയിൽ സ്ത്രീകളുടെ ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. സമഗ്രമായ ഒരു സ്ത്രീ ദൈവശാസ്ത്രം രൂപപ്പെടുത്തണമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാളുകളിൽ ആവർത്തിക്കുന്നു. എപ്പോൾ നമ്മൾ ആധികാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നുവോ അപ്പോഴെല്ലാം ഒരു ഫെമിനിൻ ജീനിയസ് നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവും ജോൺ പോൾ മാർപ്പാപ്പായും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാപിതാക്കളും അധ്യാപകരും കർഷകരും വ്യാപാരികളും ഉദ്യോഗസ്ഥരും ജോലിക്കാരും തൊഴിലാളികളും രാഷ്ട്രീയ ബന്ധവും നേതാക്കന്മാരും പൊതുപ്രവർത്തകരും യുവാക്കളും വൈദികരും സന്യസ്തരും സഭയോട് ഒത്ത് കർത്താവിലും സുവിശേഷത്തിലും ജീവിക്കുമ്പോൾ കുടുംബത്തിലും ഇടവകകളിലും സമൂഹത്തിലും നവസുവിശേഷവൽക്കരണത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം കൈമാറുന്നതിന്റെ തീഷ്ണത സകലിലും എത്തിക്കാൻ സാധിക്കും. റബ്ബറിന്റെ വിലയിടിവ്, ഗാഡ്ഗിൽ കസ്തൂരിരംഗം റിപ്പോർട്ടുകൾ ഇവയെല്ലാം നമ്മുടെ പഠനത്തിന് വിഷയമാക്കണം. ഹൈറേഞ്ച് ജനതയുടെ അധിവാസത്തിനും ഭൂമിക്കും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന റിപ്പോർട്ടുകളാണ് അവ. ഈ റിപ്പോർട്ടുകളെ പണ്ഡിതോചിതമായ രീതിയിൽ അപഗ്രഥിച്ച് പഠിക്കണം. വിവേകത്തോടുകൂടിയ തിരുത്തലുകളും മാർഗനിർദ്ദേശങ്ങളും നൽകണം. ഉപാധിരഹിത പട്ടയം നൽകുന്നതിന് സർക്കാർ കാണിക്കുന്ന കാലതാമസത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണം. അതുപോലെ തന്നെ കാർഷിക തകർച്ച അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാർ കൂടുതൽ ജനങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈറേഞ്ചിനോട് എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ബാലാരൂപത. കസ്തൂരിരംഗം റിപ്പോർട്ടിലെ ജനവാസ പ്രദേശങ്ങളെ പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സമീപനം സ്വാഗതാർഹം തന്നെ. എന്നാൽ ഇടുക്കി ജില്ലയിലെ വലിയൊരു ഭൂപ്രദേശം പരിസ്ഥിതി ലോല മേഖലയാണ് എന്ന നിലപാട് വലിയ ബുദ്ധിമുട്ടുകൾ ജനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രൂപതയിലെ കിഴക്കൻ മേഖലകളും ഇതിൽപ്പെടുന്നുണ്ട്. നമ്മുടെ പൂഞ്ഞാറ്, തിക്കോയി, വെള്ളിക്കുളം മേഖലകളിലെ ജനങ്ങൾ ഇതിനോടകം ശക്തമായ പ്രതിഷേധം നടത്തിക്കഴിഞ്ഞു എന്ന കാര്യവും നമുക്കറിയാമല്ലോ. പശ്ചിമഘട്ട സംരക്ഷണം ആവശ്യമാണെന്ന് ബോധ്യമുള്ളപ്പോഴും അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് മുൻഗണന നൽകണം. മാധവ ഗാഡ്ഗിൽ കസ്തൂരിരംഗം റിപ്പോർട്ടുകൾ അതേപടി നടപ്പാക്കണമെന്ന പരിസ്ഥിതിവാദികളുടെ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ ആവില്ല. കേരളത്തിലെ 123 പശ്ചിമഘട്ട വില്ലേജുകൾ വനത്തിന് ചുറ്റുമുള്ള സ്വകാര്യപരമായി മാറ്റുമെന്ന നിലപാട് ഗൗരവതരമായ രീതിയിൽ പഠനത്തിന് വിഷയമാക്കേണ്ടതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഗ്രീൻ ട്രിബ്യൂണലിനും ഇത് പുനഃപരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞ ഹ്യൂമൻ ഇക്കോളജി നമ്മൾ മറന്നുപോകരുത്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സമയ പരിമിതി മൂലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അനശ്വരമായ ഒരു വാക്യം ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഐ ആം ജോസഫ്, യുവർ ബ്രദർ. നിങ്ങളുടെ സഹോദരനായ യോസേഫാണ് ഞാൻ. ഈ ചിന്തകളിലൂടെ
പാലാരൂപതയുടെ രണ്ടാമത് എപ്പാർക്കിൽ അസംബ്ലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സമഗ്രവും